നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ മതിലകത്ത് സഹോദരങ്ങൾ അറസ്റ്റിൽ. താന്യത്ത് LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. AKTA പഴുവിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. മതിലകത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. എടത്തിരുത്തി സ്വദേശികളായ ആരിപ്പിന്നി വീട്ടിൽ രശ്മൽ, സഹോദരനായ നിഖിൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ബുധനാഴ്ച രാവിലെയാണ് മതിലകം മതിൽമൂല തറാഞ്ചേരി സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ സുന്ദരനെ പ്രതികൾ വീടിന്റെ വരാന്തയിൽ വെച്ച് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ചത്. പ്രതികളുടെ അമ്മയെ സുന്ദരൻ ഫോൺ ചെയ്തു എന്നുള്ള വൈരാഗ്യത്താലാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI മാരായ അജയ് S മേനോൻ, TN പ്രദീപ്, വിശാഖ്, GASI വഹാബ്, CPO ഷനിൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. താന്യം ഗ്രാമപഞ്ചായത്തിൽ അധികാര തുടർച്ച നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പെരിങ്ങോട്ടുകര മൂന്നുംകൂടി സെന്ററിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം തൃപ്പയാർ കിഴക്കേ നടയിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ നിയുക്ത മെമ്പർ KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് നിയുക്ത മെമ്പർമാരായ MV സുരേഷ്, TB മായ, സിജോ പുലിക്കോട്ടിൽ, വിനീത ബെന്നി തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് നിയുക്ത മെമ്പർമാരും പ്രകടനത്തിൽ പങ്കെടുത്തു. LDF നേതാക്കളായ ഷീന പറയങ്ങാട്ടിൽ, MV മുകേഷ്, PK ശ്രീജി, അഡ്വക്കേറ്റ് PR ഷീനോയ്, ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, രാജൻ ബാബു കരാട്ടുപറമ്പിൽ, AS ജിംഷാർ, സിബിൻ C ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നലെ വരെയൊന്നു നല്ല നമ്മളെങ്കിലും ഇന്ന് തൊട്ടു നമ്മളാകുമെല്ലാം. വേണ്ട വേണ്ട മുകളിൽ നിന്നിറങ്ങി വന്ന രക്ഷക, വേണ്ട രാജ്യസഭയിൽ നിന്നു നമ്മളെ ഭരിക്കുക. തൊഴിലെടുത്തു വോക്കു വേണ്ട അവരവർക്കുമായി നമുക്ക് വഴിതിരിക്കണം. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ പഴുവിൽ യൂണിറ്റ് കൺവെൻഷൻ പഴുവിൽ JP's സംഗമം ഹാളിൽ ചേർന്നു.
ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മോഹനസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സുരജ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയ്യാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, ഷെമീറ ഷംസുദ്ദീൻ, ബാബു TL, രാധിക ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. AKTA ഭാരവാഹി ത്രിതല പഞ്ചായത്തിൽ ചാഴൂർ 14-ാം വാർഡിൽ നിന്നും വിജയിച്ച നിത്യ ബിജു, AKTA ഏരിയ സെക്രട്ടറി താന്യം പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച ഷിമ്മി ശിവദാസിനെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ഏറെ സന്തോഷത്തോടു കൂടി കുറേ പേരെ നമ്മുടെ മെമ്പർമാരെ കൂടി വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കൺവെൻഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇന്ന് നമുക്കിവിടെ നിക്ഷിപ്തമാണ്. തീർച്ചയായും അത് ഏറെ സന്തോഷം പകരുന്ന ഒന്നുകൂടിയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒട്ടനവധി മെമ്പർമാര് ഏകദേശം 126ഓളം മെമ്പർമാരെ നമുക്ക് ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. ഏകദേശം ഇന്നിവിടെ പങ്കെടുത്ത അത്രയും പേരോളം മെമ്പർമാർ നമ്മുടെ ഭാരവാഹികളുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, മെമ്പർമാരായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ AKTA മെമ്പർമാരായിട്ടുള്ള 126ഓളം മെമ്പർമാരെ നമുക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വിവിധ പാർട്ടികളിലൂടെ മത്സരിച്ച് മാറ്റുരച്ച് ജയിച്ചു വന്ന ഇത്രയും പേര് നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. തൃപ്പയാറിൽ നടക്കുന്ന KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്ത് തല പ്രാദേശിക വിദ്യാഭ്യാസ സെമിനാറും വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കമ്മിറ്റി അംഗം KS കിരൺ അധ്യക്ഷത വഹിച്ചു. ലിംഗനീതിയും പൊതുവിദ്യാഭ്യാസവും എന്ന വിഷയത്തെ അധികരിച്ച അനന്യ സമേതം സഹജില്ലാ കോർഡിനേറ്റർ MG ജയശ്രീ വിഷയാവതരണം നടത്തി. വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം KSTA വലപ്പാട് ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ നിർവഹിച്ചു. KB സന്ധ്യ, VS നീതു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. തൃപ്രയാർ തേവരുടെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാദ്യഘോഷയാത്ര ശ്രീ കാനാടിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അഭിഷേക ചടങ്ങിലും എഴുന്നള്ളിപ്പിലും പങ്കെടുത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വിശിഷ്ട രൂപക്കളം ദർശനം നടത്തി സർവ്വദോഷ പരിഹാരങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സകല ഭക്തസന്താനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. പരമ്പരാഗത വാദ്യ കലാരൂപങ്ങളുടെയും നൃത്ത സംഗീതോത്സവത്തിൻ്റെയും അകമ്പടിയോടെ ആഘോഷിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മനമുരുകി കാനാടിക്കാവ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഭക്തരുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും തീർച്ചയായും ഫലസിദ്ധിയുണ്ടാകും. ശ്രീ വിഷ്ണുമായ സ്വാമി ഭക്തരെ നേരിട്ട് കാണാൻ പുറത്തെഴുന്നള്ളുന്ന പുണ്യം നിറഞ്ഞ തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാനും ദർശന സൗഭാഗ്യം നേടാനും എല്ലാ ഭക്തരെയും ശ്രീ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. വാർത്തകൾ തുടരുന്നു. ചമകലാൻ നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. നഹ്ജുർ റഷാദ് ട്രസ്റ്റ് ചെയർമാൻ ടി.എ. ഹൈദർ ഹാജി പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചാമക്കാലയിലെ മുതിർന്നവരെ ആദരിക്കുന്ന സ്നേഹാദരം പരിപാടി ശ്രദ്ധേയമായി. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പി.ബി. ഖാദർകുട്ടി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഹോട്ട് പാക്ക് എം.ഡി. പി.ബി. അബ്ദുൾ ജബ്ബാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇ.ടി. ടൈസൺ എം.എൽ.എ, മുൻ എം.പി. ടി.എൻ. പ്രതാപൻ എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി. അൽ ഉസറ GCC കമ്മിറ്റി പ്രസിഡന്റ് M.C.A. നസീർ, E.K. മുഹമ്മദ് ഹാജി, P.K. മുഹമ്മദ് അലി, മുഹമ്മദ് അലി ഹാജി, P.M. അബ്ദുൾ കരീം ഹാജി, E.S. അബ്ദുള്ള ഹാജി ചന്ദ്രാപിന്നി, P.K. ഹംസ, അൽ ഉസറ GCC കമ്മിറ്റി ജനറൽ സെക്രട്ടറി P.A. നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പാപ്പാത്തോപ്പികൾ അണിഞ്ഞും കൂറ്റൻ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചും നക്ഷത്രങ്ങൾ വിദ്യാലയാങ്കണത്തിൽ തൂക്കിയിട്ടും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിദ്യാലയം തുടക്കം കുറിച്ചു. ക്രിസ്മസ് പാപ്പാത്തോപ്പികൾ അണിഞ്ഞ 600ഓളം വിദ്യാർത്ഥികളാണ് വിദ്യാലയാങ്കണത്തിൽ അണിനിരുന്നത്. PTA കമ്മിറ്റി അംഗങ്ങളായ TB ഉണ്ണികൃഷ്ണൻ, ദേവി, പ്രഷിത, MPTA പ്രസിഡന്റ് സൗമ്യ എന്നിവരും അധ്യാപകരായ റിജി, അനീന, സിബി, നബീല എന്നിവരും നേതൃത്വം നൽകി. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ നീന്തൽ മത്സരങ്ങളിൽ 5 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ചന്ദ്രാപിന്നി SN വിദ്യാഭവനിലെ വിദ്യാർത്ഥിനി ധനിഷ്ഠ ജിംജിക്ക് അനുമോദനവുമായി തൃപ്രയാർ സർഗ സംസ്കൃതി. കഴിമ്പുറത്തുള്ള വസതിയിൽ നടന്ന അനുമോദന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷനായി. വൈസ് ചെയർമാൻ ആൻഡോ തൊറയൻ, വാർഡ് മെമ്പർ PS ഷജിത്ത്, VB പ്രഭാഷ്, സുജിന്ത് പുല്ലാട്ട്, ലാൽ കച്ചില്ലം, നിത ജോൺ, ഭുവന, സിന്ധു, ഷീജ എന്നിവർ സംസാരിച്ചു. റിലേയിൽ 2 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ധനിഷ്ഠയുടെ അനുജത്തി ജാൻവിയെയും ചടങ്ങിൽ അനുമോദിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ജിംജി സുമി ദമ്പതികളുടെ 3 മക്കളിൽ ധനിഷ്ഠയും ജാൻവിയും 8ാം ക്ലാസും 4ാം ക്ലാസും വിദ്യാർത്ഥികളാണ്. MLAയുടെ ജീവചരിത്രമടങ്ങിയ പുസ്തകവും വിദ്യാർത്ഥിനികൾക്ക് സമ്മാനമായി നൽകി.
NES കായലോര ഫെസ്റ്റിന്റെ ഭാഗമായി ചൂണ്ടയിടൽ മത്സരം നടന്നു. ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. എഡ്യൂക്കേഷണൽ സൊസൈറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും മത്സരത്തിൽ പങ്കെടുത്തു. കായലോര ഫെസ്റ്റ് കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ബോർഡ് മെമ്പർ ജയശ്രീ രാധാകൃഷ്ണൻ, പ്രിൻസിപ്പാൾ NC അനീജ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V ശശിധരൻ, ലതിമോൾ AV, സ്മിത NR, സജിത NV, അപർണ VA, രൂപ MV, ഹന്ന അമൽ, നിള പ്രദീപ്, പ്രിയങ്ക ബാബു എന്നിവർ നേതൃത്വം നൽകി. കായലോര ഫെസ്റ്റിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും തുടർന്ന് പരിപാടികളായിരുന്നു. ഇന്ന് നാളെയും കൂടി കഴിഞ്ഞാൽ പരിപാടികൾ അവസാനിക്കുകയാണ്. പിന്നെയാണ് അടുത്ത ദിവസം വലിയ നമ്മുടെ പ്രോഗ്രാം വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഒരു പരിപാടിയാണ് ഈ കായലോരത്ത് നിന്ന് ചൂണ്ടി മത്സ്യം പിടിക്കാൻ. ചൂണ്ടലിട്ട് മത്സ്യം പിടിക്കുക എന്നത് വളരെ രസകരമായ ഒരു കാഴ്ച കൂടിയാണ്. അതിനിപ്പോൾ വേണ്ട സമയവും അതിൻ്റെ നിയമാവലിയുമൊക്കെ കൺവീനർ ഇവിടെ പറഞ്ഞു. 4 മണിക്ക് ചൂണ്ട അവസാനിക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ 5-10 മത്സ്യങ്ങളെ ചൂണ്ടി പിടിക്കാൻ കഴിഞ്ഞാൽ അവർ വിജയികളാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അരിമ്പൂർ മനക്കൊടിയിൽ ഒരുമിച്ച് താമസിക്കുന്ന യുവാവിന്റെ വെട്ടേറ്റ് യുവതിക്ക് ഗുരുതര പരിക്ക്. എടപ്പാൾ വള്ളിക്കാട്ടിൽ അമൃതക്കാണ് വെട്ടേറ്റത്. കൈക്കും കാലിനും ഗുരുതര പരിക്കുണ്ട്. ഒരു കാൽ അറ്റ നിലയിലാണ്. സമീപത്തെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ 4-ന് അരിമ്പൂരിലെ ആംബുലൻസുകാരാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ പ്രതിയായ യുവാവിനെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. പടൻപള്ളി കോമളത്തെ വീട്ടിൽ കൊച്ചു മുഹമ്മദ് മകൻ ഹനീഫ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. തെക്കേ ജുമാഅത്ത് മുൻ പ്രസിഡന്റായിരുന്നു. ഭാര്യ സുഹറ, മക്കൾ ഹാരിസ്, ഹനൂന, ഹമീറ, മരുമക്കൾ അബൂബക്കർ, ഫൈസൽ, ഷാമില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ മതിലകത്ത് സഹോദരങ്ങൾ അറസ്റ്റിൽ. താന്യത്ത് LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. AKTA പഴുവിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.